أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. ബനു മുസ്തലിഖ് ഗസവയെപ്പറ്റി കഴിഞ്ഞ ഖുതുബയിൽ പറഞ്ഞിരുന്നു. ഇതിൻ്റെ കൂടുതൽ വിശദീകരണങ്ങൾ ഹദീസുകളിൽ നിന്നും ചരിത്രത്തിൽ നിന്നും ലഭ്യമാണ്. സഹീഹ് ബുഖാരിയിൽ ഈ യുദ്ധത്തിൻ്റെ വിശദീകരണം ഇപ്രകാരം കാണാം. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ബനു മുസ്തലിഖിനെ ആക്രമിച്ച സമയത്ത് അവർ അശ്രദ്ധയിലായിരുന്നു. അവർ തങ്ങളുടെ വളർത്തുമൃഗങ്ങൾക്ക് അരുവിയിൽ നിന്ന് വെള്ളം കുടിപ്പിക്കുകയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരിൽ യുദ്ധത്തിന് മുതിർന്നവരെ വധിക്കുകയും ചെയ്തു. ഈ ദിവസമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ജുവൈരിയെ ലഭിക്കുന്നത്. നിവേദകൻ പറയുന്നു, ഈ സംഭവം ഹസ്രത്ത് അബ്ദുല്ലാഹ് ബിൻ ഉമറാണ് എന്നോട് പറഞ്ഞത്. അദ്ദേഹം ഈ സൈന്യത്തിൽ ഉണ്ടായിരുന്നു. ചരിത്രകാരന്മാരും നബിചരിത്രകാരന്മാരും ബനു മുസ്തലിഖുമായുണ്ടായ യുദ്ധത്തെ പറ്റിയുള്ള വിശദീകരണത്തിൽ രണ്ട് നിവേദനങ്ങളെയും വിവരിച്ചത് കാണുമ്പോൾ ബുഖാരിയുടെ നിവേദനത്തിൽ ബനു മുസ്തലിഖിൻ്റെ യുദ്ധത്തിൻ്റെ അവസ്ഥ വിവരിച്ചതിൽ വ്യത്യാസമുള്ളതായി തോന്നുന്നതാണ്. കാരണം ബുഖാരിയുടെ നിവേദനമനുസരിച്ച് മുസ്ലിങ്ങൾ ഓർക്കാപ്പുറത്ത് അവർ അശ്രദ്ധയോടെ ഇരിക്കുമ്പോഴാണ് യുദ്ധം ചെയ്തത്. നിവേദനങ്ങളുടെ വ്യത്യാസം ബുഖാരിയുടെ വ്യാഖ്യാതാവായ അല്ലാമ ഇബ്നു ഹിജറിൻ്റെ മുന്നിലും ഉണ്ടായിരുന്നു. അതുകൊണ്ട് അല്ലാമ ഇബ്നു ഹജർ രണ്ട് വിധത്തിലുള്ള നിവേദനങ്ങളെയും സംയോജിപ്പിച്ചുകൊണ്ട് എഴുതുന്നു. ഇസ്ലാമിക സൈന്യം അരുവിയിൽ വെച്ച് പെട്ടെന്ന് അവരെ വളഞ്ഞപ്പോൾ അവർ കുറച്ചു നേരം ഉറച്ചു നിൽക്കുകയും പിന്നെ രണ്ടു കൂട്ടരും അണിയണിയായി നിന്ന് യുദ്ധം ചെയ്യുകയും ചെയ്തിട്ടുണ്ടാകാം. മുസ്ലിങ്ങൾ വിജയിക്കുകയും ബനു മുസ്ലിഖ് പരാജയപ്പെടുകയും ചെയ്തു. അതായത് യുദ്ധം ആരംഭിച്ച ആദ്യഘട്ടത്തിൽ അവർ അശ്രദ്ധരായിരുന്നു. അതാണ് ഇമാം ബുഖാരി വിവരിച്ചത്. പിന്നീട് അവർ അണിനിരക്കുകയും മറ്റും ചെയ്തു. രണ്ട് നബി ചരിത്രകാരന്മാർ വിവരിച്ചതുപോലെ രണ്ടു കൂട്ടർക്കുമിടയിൽ യുദ്ധം നടക്കുകയും ചെയ്തു. ഹദരത്ത് മിർസ ബഷീർ അഹമ്മദ് സാഹിബ് സീറത്ത് ഖാത്തമുൻ നബിയിലും ഇത് സംബന്ധമായി ഈ രണ്ട് സംഭവങ്ങളെ യോജിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹം നബി ചരിത്രകാരന്മാരെയും സഹീഹ് ബുഖാരിയുടെ നിവേദനത്തെയും സംബന്ധിച്ച് എഴുതുന്നു. ഈ യുദ്ധത്തെപ്പറ്റി സഹീഹ് ബുഖാരിയിൽ വന്ന നിവേദനത്തിൽ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബനു മുസ്തലിഖിനെ ആക്രമിച്ച സമയത്ത് അവർ അശ്രദ്ധയിൽ തങ്ങളുടെ മൃഗങ്ങൾക്ക് വെള്ളം കുടിപ്പിക്കുകയായിരുന്നു. എന്നാൽ ശ്രദ്ധാപൂർവം വീക്ഷിക്കുകയാണെങ്കിൽ ഈ നിവേദനം ചരിത്രകാരന്മാരുടെ നിവേദനങ്ങൾക്ക് എതിരല്ല. വാസ്തവത്തിൽ ഈ രണ്ട് നിവേദനങ്ങളും രണ്ട് വ്യത്യസ്ത സമയങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. അതായത് സംഭവം ഇപ്രകാരമാകുന്നു. ഇസ്ലാമിക സൈന്യം ബനു മുസ്തലിഖിന്റെ സമീപം എത്തിയപ്പോൾ മുസ്ലിങ്ങൾ തൊട്ടടുത്തെത്തിയെന്ന് അവർക്ക് അറിയില്ലായിരുന്നു. അതേസമയം ഇസ്ലാമിക സൈന്യം എത്താറായെന്ന് അവർ തീർച്ചയായും മനസ്സിലാക്കിയിരുന്നു. അവർ സമാധാനത്തിൽ ഒരു ചിട്ടയോടുകൂടി ക്രമത്തിൽ അല്ലായിരുന്നു ഉണ്ടായിരുന്നത്. ഈ അവസ്ഥയാണ് ബുഖാരിയുടെ നിവേദനത്തിൽ സൂചിപ്പിച്ചത്. എന്നാൽ അവർ മുസ്ലിങ്ങൾ എത്തിയെന്നറിഞ്ഞപ്പോൾ തങ്ങളുടെ നേരത്തെയുള്ള സ്ഥായിയായ തയ്യാറെടുപ്പ് പ്രകാരം, അതായത് അവർ നേരത്തെ യുദ്ധത്തിന് തയ്യാറായതുപോലെ ഉടൻ തന്നെ അണിയണിയായി യുദ്ധത്തിന് ഒരുങ്ങുകയുണ്ടായി. ഇതേപ്പറ്റിയാണ് ചരിത്രകാരന്മാർ പറയുന്നത്. ഈ വ്യത്യസ്ത നിവേദനങ്ങളെ ഇങ്ങനെയാണ് അല്ലാമ ഇബ്നു ഹജറും മറ്റു ചില ഗവേഷകരും വിശദീകരിച്ചിട്ടുള്ളത്. ഇതാണ് ശരിയായി തോന്നുന്നതും. ഈ യുദ്ധത്തിൽ ഒരു സഹാബി ഹദ്റത്ത് ഹിഷാം ബിൻ
സബാബ ഷഹീദാവുകയുണ്ടായി. ഈ സംഭവത്തെപ്പറ്റി പറയുന്നു, ഒരു സഹാബി മാത്രമാണ് ഷഹീദായത്. അതും അബദ്ധവശാൽ ഒരു മുസ്ലിമിന്റെ കയ്യാൽ ഷഹീദായതാണ്. അദ്ദേഹത്തിന്റെ പേര് ഹസ്രത്ത് ഹിഷാം ബിൻ സബാബ എന്നായിരുന്നു. അദ്ദേഹത്തെ ഒരു അൻസാരി സഹാബി ഹസ്രത്ത് ഔസ മുഷ്രിക്കാണെന്ന് തെറ്റിദ്ധരിച്ച് അബദ്ധവശാൽ ഷഹീദാക്കുകയുണ്ടായി. ഹിഷാം ഹസ്രത്ത് ഉബാദ ബിൻ സ്വാമിത്തിന്റെ ഗോത്രത്തിൽപ്പെട്ട ആളായിരുന്നു. ഹിഷാം ബിൻ സബബയുടെ ഷഹാദത്ത് സംഭവം ഇപ്രകാരമാകുന്നു. ഇദ്ദേഹം ശത്രുക്കളെ തേടി ഇറങ്ങിയതായിരുന്നു. തിരിച്ചു വരുമ്പോൾ ശക്തമായ കാറ്റടിക്കുന്നുണ്ടായിരുന്നു. അന്തരീക്ഷം പൊടിപടലം നിറഞ്ഞിരുന്നു. ഈ അവസ്ഥയിലായിരുന്നു അദ്ദേഹത്തിന്റെ മുന്നിൽ അൻസാരി സഹാബി ഹദരത്ത് ഔസ് എത്തുന്നത്. അദ്ദേഹത്തെ ഹദരത്ത് ഔസിന് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. അത് മുശ്രിക്കീങ്ങളിൽപ്പെട്ട ആരോ ആണെന്ന് കരുതുകയും ഹിഷാമിനെ ആക്രമിക്കുകയും അദ്ദേഹത്തെ ഷഹീദാക്കുകയും ചെയ്തു. ഹിഷാമിന്റെ സഹോദരൻ മക്കയിലാണ് വസിച്ചിരുന്നത്. ഇയാളുടെ പേര് മുഖൈബ് ബിൻ സബാബ എന്നായിരുന്നു. ഇയാൾ മദീനയിലെത്തി മുസ്ലിം ആയി. അബദ്ധവശാൽ കൊല ചെയ്യപ്പെട്ട തന്റെ സഹോദരന്റെ ബ്ലഡ് മണി ആവശ്യപ്പെട്ടു. തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിഷാമിന്റെ സഹോദരനായ മുഖൈബ് ബിൻ സബാബയ്ക്ക് ഔസിൽ നിന്ന് ബ്ലഡ് മണി കൊടുക്കാൻ ഏർപ്പാടാക്കുകയും അത് അയാൾ സ്വീകരിക്കുകയും ചെയ്തു. പക്ഷേ ബ്ലഡ് മണി സ്വീകരിച്ചെങ്കിലും മുഖൈബ് തന്റെ സഹോദരനെ കൊന്നതുകൊണ്ട് ഔസിനെ വധിക്കുകയും മുർത്തദായി ഖുറൈശികളോടൊപ്പം ചേരുകയുമുണ്ടായി. ഇയാൾ ഇത്തരം പ്ലാനിങ്ങുമായാണ് വന്നതെന്ന് തോന്നുന്നു. ഈ കലാപപരമായ നീക്കം, അതായത് ബ്ലഡ് മണി വാങ്ങിയ ശേഷവും വധിക്കുന്നത് അറബികളുടെ പൊതു സമ്പ്രദായത്തിനും എതിരായിരുന്നു. ഇങ്ങനെ അക്രമപരമായി പ്രതികാരം ചെയ്തതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളെ വധിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഒരു സഹാബിയായ നമീല മക്ക വിജയ ദിവസം മുഖൈബിനെ വധിക്കുകയുണ്ടായി. ഈ യുദ്ധത്തിൽ മലക്കുകൾ മുഖേനയുള്ള സഹായത്തിന്റെ പരാമർശവും കാണുന്നുണ്ട്. ഉമ്മുൽ മുഅ്മിനീൻ ഹദ്റത്ത് ജുവൈരിയ നിവേദനം ചെയ്യുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ അടുക്കൽ വന്നപ്പോൾ ഞങ്ങൾ മരീസിയിൽ ആയിരുന്നു. ഞാൻ എൻ്റെ പിതാവ് ഇങ്ങനെ പറയുന്നതായി കേട്ടു, ഇത്രയും വലിയ സൈന്യത്തെ നേരിടാൻ ഞങ്ങൾക്ക് കെൽപ്പുണ്ടായിരുന്നില്ല. അത്രയും ആളുകളെയും ആയുധങ്ങളെയും കുതിരകളെയും ഞാൻ കാണുന്നുണ്ടായിരുന്നു. അത് വിവരണാതീതമാണ്. ഹദ്റത്ത് ജുവൈരിയ പറയുന്നു, ഞാൻ ഇസ്ലാം സ്വീകരിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ വിവാഹം ചെയ്തു. ഞങ്ങൾ തിരിച്ചെത്തിയപ്പോൾ ഞാൻ മുസ്ലിങ്ങളുടെ ശ്രദ്ധിക്കാൻ തുടങ്ങി. യുദ്ധാവസരത്തിൽ കണ്ടതിനേക്കാൾ അധികം അംഗബലമൊന്നും എനിക്ക് കാണാൻ കഴിഞ്ഞിരുന്നില്ല. അത് അള്ളാഹുവിന്റെ ഭാഗത്തു നിന്ന് മുശ്രിക്കുകളുടെ ഹൃദയത്തിലുണ്ടാക്കിയ ഭയമായിരുന്നു എന്ന് എനിക്ക് ബോധ്യമായി. പിന്നീട് മുസ്ലിമായ ബനു മുസ്തലിഖിലെ ഒരു വ്യക്തി പറയുന്നു, ഞങ്ങൾ ഒരു വെളുത്ത മനുഷ്യൻ കറുത്തതും വെളുത്തതുമായ കുതിരകൾക്കുമേൽ സവാരി ചെയ്യുന്നതായി കണ്ടിരുന്നു. ഞങ്ങൾ അദ്ദേഹത്തെ അതിനു മുമ്പോ ശേഷമോ കണ്ടിട്ടില്ല. സമരാർജിത സ്വത്തായി 2000 ഒട്ടകങ്ങൾ കിട്ടുകയുണ്ടായി. ആടുമാടുകളുടെ എണ്ണം 5000 ആയിരുന്നു. 200 കുടുംബങ്ങൾ സഹിതം ബന്ദികളെയും കിട്ടിയിരുന്നു. ചില ചരിത്രകാരന്മാർ 700-ൽ അധികം ബന്ദികൾ എന്ന് എഴുതിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹസ്രത്ത് ബുറൈദ ബിൻ ഹസീബിനെ ബന്ദികളുടെ മേൽനോട്ടത്തിന് നിയോഗിച്ചു. അവരുടെ കയ്യിലുണ്ടായിരുന്ന സമ്പത്തും ആയുധങ്ങളുമെല്ലാം അദ്ദേഹത്തിന്റെ പക്കൽ ഏൽപ്പിച്ചു. മൃഗങ്ങളെ തെളിച്ച് കൊണ്ടുവരികയും ചെയ്തു. അദ്ദേഹം അവയുടെ മേൽനോട്ടത്തിന് തന്റെ ഭൃത്യനായ ഹദ്റത്ത് ശുക്രാനെ നിയമിക്കുകയുണ്ടായി. 1/5 സ്വത്തിനും മുസ്ലിങ്ങളുടെ വിഹിതത്തിനും മേൽനോട്ടം വഹിക്കാൻ ഹദ്റത്ത് മുഹമ്മയ ബിൻ ജദഇനെ നിശ്ചയിക്കുകയുണ്ടായി. അദ്ദേഹം മൊത്തം സാമ്രാജ്യ സ്വത്തിൽ നിന്നും 1/5 മാറ്റിവെച്ചു. ഈ 1/5 അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം സാമ്രാജ്യ സ്വത്തിൽ നിന്ന് അള്ളാഹുവിൻ്റെയും അവൻ്റെ റസൂലിൻ്റെ അടുത്ത ബന്ധുക്കളുടെയും ഇസ്ലാമിൻ്റെ പൊതു ആവശ്യത്തിനും വേണ്ടി മാറ്റിവെച്ചതാണ്. ബന്ധുക്കളെയും സാധനങ്ങളെയും ആടുമാടുകളെയും മറ്റ് മൃഗങ്ങളെയും ആളുകൾക്ക് അഥവാ മുസ്ലിങ്ങൾക്ക് വീതിച്ച് നൽകുകയും ചെയ്തു. നേരത്തെ പറഞ്ഞതുപോലെ ഹദ്റത്ത് ജുവൈരിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഭാര്യപദത്തിൽ വന്നതിനെപ്പറ്റിയും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബനു മുസ്തലിഖ് ഗോത്രത്തിൽ നിന്ന് ബന്ദിയാക്കപ്പെട്ടവരിൽ ഈ ഗോത്രത്തലവനായ ഹാരിസ് ബിൻ അബി ലിറാറിന്റെ മകൾ ബർറയും ഉണ്ടായിരുന്നു. ഇവരുടെ പേര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജുവൈരിയ എന്ന് മാറ്റുകയുണ്ടായി.
ഇവർ ആദ്യം മസാഫെ ബിൻ സഫ്വാന്റെ ഭാര്യയായിരുന്നു. ഇയാൾ മരീസി യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു. ബന്ദികളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവശ്യാനുസരണം മുസ്ലിം ഭടന്മാർക്ക് വീതിച്ചു കൊടുത്തു. ഈ വിതരണമനുസരിച്ച് ബർറ ബിൻത് ഹാരിസ് ഒരു അൻസാരി സഹാബിയായ സാബി ബിൻ ഖൈസിന്റെ ചുമതലയിലാണ് വന്നത്. ബർറ സ്വതന്ത്രയാകുന്നതിന് വേണ്ടി സാബിത്ത് ബിൻ ഖൈസുമായി മക്കാത്തീബ് രീതിയനുസരിച്ച് ഉടമ്പടി ചെയ്തു. അടിമപുരുഷനോ സ്ത്രീയോ തന്റെ ഉടമയ്ക്ക് നിശ്ചിത തുക നൽകി സ്വാതന്ത്ര്യം നേടുക എന്നതിനാണ് മക്കാത്തീബ് എന്ന് പറയുക. ഏതായാലും അവർ ഈ ഉടമ്പടി ചെയ്തു. ഇവരുടെ മോചനദ്രവ്യ തുക 9 ഔക്കിയ സ്വർണമായിരുന്നു. അത് 360 ദിർഹമാണ്. ഇത് മോചനദ്രവ്യമായി അടച്ചാൽ സ്വതന്ത്രയാക്കപ്പെടുന്നതാണ്. അവർ ഈ ഉടമ്പടിക്ക് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സവിധത്തിലെത്തി എല്ലാ കാര്യങ്ങളും വിവരിച്ചു. താൻ ബനു മുസ്തലിക്കിന്റെ നേതാവിന്റെ മകളാണെന്ന് അറിയിച്ചുകൊണ്ട് മോചന ദ്രവ്യ തുകയ്ക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സഹായം അഭ്യർത്ഥിച്ചു. അവരുടെ കഥയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ആകർഷനായി. അവർ ഒരു സുപ്രസിദ്ധ ഗോത്രത്തിന്റെ നേതാവിന്റെ മകളായതുകൊണ്ട് അവരെ സ്വതന്ത്രയാക്കി വിവാഹം കഴിക്കുകയാണെങ്കിൽ ഈ ഗോത്രത്തിൽ തബ്ലീഗിന് എളുപ്പ സാഹചര്യമുണ്ടെന്ന് കരുതി. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താൻ തന്നെ അവർക്ക് വിവാഹാലോചന സന്ദേശമയച്ചു. അവർ സമ്മതം അറിയിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ മോചന ദ്രവ്യം നൽകി അവരെ വിവാഹം കഴിക്കുകയുണ്ടായി. സഹാബാക്കൾ തങ്ങളുടെ യജമാനർ ബനു മുസ്തലിക്കിന്റെ നേതാവിന്റെ മകൾക്ക് ഭാര്യപദം നൽകിയതിനാൽ ഇനി ആ മഹാത്മാവിന്റെ അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഭാര്യ കുടുംബത്തെ തങ്ങളുടെ പക്കൽ ബന്ദിയാക്കി വയ്ക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അഭിമാനത്തിന് എതിരാകുമെന്ന് കരുതി. അങ്ങനെ 100 കുടുംബങ്ങൾ, അതായത് ആയിരക്കണക്കിന് ബന്ദികളെ ഭോജനദ്രവ്യം കൂടാതെ ഒന്നിച്ച് സ്വതന്ത്രരാക്കി. ഈ കാരണം കൊണ്ട് തന്നെ ഹദ്റത്ത് ആയിഷ ഇങ്ങനെ പറയുമായിരുന്നു: ജുവേരിയ തന്റെ ജനതയ്ക്ക് വളരെ അനുഗ്രഹീതയായി മാറി. ഈ ബന്ധവും ഔദാര്യവും കാരണം ബനു മുസ്തലിക്കിലെ ആളുകൾ വളരെ വേഗം ഇസ്ലാമിക അധ്യാപനത്തിൽ ആകൃഷ്ടരായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സഹവർത്തിത്വത്തിലേക്ക് വരികയുണ്ടായി. ഒരു നിവേദനത്തിൽ പറയുന്നു, ഹദ്റത്ത് ജുബൈരിയുടെ പിതാവ് ഹദ്റത്ത് ഹാരിസ് തന്റെ മകളുടെ മോചനദ്രവ്യവുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സവിധത്തിലെത്തി. മോചനദ്രവ്യം നൽകി ഹദ്റത്ത് ജുബൈരിയെ സ്വതന്ത്രയാക്കിയ ശേഷം സ്വയം മുസ്ലിമായി. പിന്നെ അവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം കഴിക്കുകയുണ്ടായി. സീറത്ത് ഇബ്നു ഹിഷാമിൽ പറയുന്നു, റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ബനു മുസ്തലിഖ് ഗസവയിൽ നിന്ന് മദീനയിലേക്ക് തിരിച്ചെത്തിയപ്പോൾ ഹദ്റത്ത് ജുബൈരിയുടെ പിതാവ് ഹാരിസ് ബിൻ അബി ലിറാർ തന്റെ മകളുടെ മോചനദ്രവ്യം നൽകാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കലെത്തി. അത്തീക്ക് താഴ്വരയിലെത്തിയപ്പോൾ മകളുടെ മോചനദ്രവ്യവുമായി കൊണ്ടുവന്ന ഒട്ടകങ്ങൾ 2 അയാൾക്ക് വളരെയേറെ ഇഷ്ടമായി. അയാൾ അവയെ അത്തീക്ക് താഴ്വരയിലെ ഒരിടത്ത് ഒളിപ്പിച്ചു. തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കലെത്തി അയാൾ പറഞ്ഞു: അല്ലയോ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, താങ്കൾ എൻ്റെ മകളെ ബന്ദിയാക്കിയിരിക്കുന്നു. ഇത് അവൾക്കുള്ള മോചന ദ്രവ്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു: നിങ്ങൾ അത്തീക്ക് താഴ്വരയിൽ ഇന്ന ഭാഗങ്ങളിൽ ഒളിപ്പിച്ചു വെച്ച 2 ഒട്ടകങ്ങൾ എവിടെ? അയാൾ അത് കേട്ടപ്പോൾ പ്രഭാവിതനായിക്കൊണ്ട് പറഞ്ഞു: അല്ലാഹു അല്ലാതെ മറ്റൊരു ആരാധ്യനില്ലെന്നും താങ്കൾ അല്ലാഹു റസൂലാണെന്നും ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. തുടർന്ന് പറഞ്ഞു: അല്ലാഹുവാണേ, അല്ലാഹു തന്നെയാണ് താങ്കൾക്ക് അതേപ്പറ്റി അറിവ് നൽകിയത്. കാരണം ആ സമയത്ത് ഹാരിസിന്റെ ഒട്ടകങ്ങളല്ലാതെ മറ്റാരും അവിടെ ഉണ്ടായിരുന്നില്ല. തുടർന്ന് ഹാരിസ് ഇസ്ലാം സ്വീകരിച്ചു. അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തിന്റെ 2 മക്കളും ഗോത്രത്തിലേതാനും ആളുകൾ കൂടി ഇസ്ലാം സ്വീകരിക്കുകയുണ്ടായി. മറ്റൊരു നിവേദനത്തിൽ പറയുന്നു, ഹദ്റത്ത് ജുബൈരിയുടെ സഹോദരൻ അബ്ദുല്ല ബിൻ ഹാരിസ് തന്റെ ഗോത്രമായ ബനു മുസ്തലിക്കിലെ ബന്ദികളുടെ മോചനദ്രവ്യവുമായി വരുമ്പോൾ അയാൾ 2 ഒട്ടകങ്ങളെയും ഒരു എത്യോപ്യൻ അടിമയെയും വഴിയിൽ ഒളിപ്പിച്ചു വെച്ചിരുന്നു. ശേഷം അബ്ദുല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കലെത്തി ബന്ദികളുടെ മോചനദ്രവ്യത്തെ സംബന്ധിച്ച് സംസാരിച്ചു.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ശരി, പക്ഷേ നിങ്ങൾ മോചദ്രവ്യമായി എന്താണ് കൊണ്ടുവന്നിട്ടുള്ളത്? അയാൾ പറഞ്ഞു, ഞാനൊന്നും കൊണ്ടുവന്നിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ ഇന്ന ഇന്ന സ്ഥലങ്ങളിൽ ഒളിപ്പിച്ച ഒട്ടകവും നീഗ്രോ അടിമയും എവിടെ? ഇത് കേട്ടതും അബ്ദുള്ള പറഞ്ഞു, അള്ളാഹു അല്ലാതെ മറ്റൊരു ആരാധ്യനില്ലെന്നും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ ദൂതനാണെന്നും ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. തുടർന്ന് പറഞ്ഞു, ഞാൻ മോചനദ്രവ്യം ഒളിപ്പിച്ചു വെക്കുമ്പോൾ എൻ്റെ കൂടെ മറ്റാരും ഉണ്ടായിരുന്നില്ല. ഞാനത് ഒളിപ്പിച്ച ശേഷം എനിക്ക് മുമ്പേ മറ്റാരും താങ്കളുടെ അടുക്കൽ വന്നിട്ടുമില്ല. ഏതായാലും അതിനുശേഷം അയാൾ മുസ്ലിമായി. ഇതേപ്പറ്റി ഹദരത്ത് മീർസ ബഷീർ അഹമ്മദ് സാഹിബ് സീറത്ത് ഖാത്തമുൻ നബിയിൽ എഴുതുന്നു. ഹദരത്ത് ജുവേരിയെ സംബന്ധിച്ച് ഒരു നിവേദനത്തിൽ പറയുന്നു, അവരുടെ പിതാവ് അവരെ മോചിപ്പിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സവിധത്തിലെത്തിയപ്പോൾ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹവാസം കാരണം മുസ്ലിമാവുകയുണ്ടായി. തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വിവാഹാഭ്യർത്ഥന കിട്ടിയപ്പോൾ അദ്ദേഹം പൂർണ്ണ സന്തോഷത്തോടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലവുമായി തന്റെ മകളുടെ വിവാഹം നടത്തിക്കൊടുക്കുകയും ചെയ്തു. ഹദരത്ത് ജുവേരിയ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നതിന് 3 ദിവസം മുമ്പ് ഞാനൊരു സ്വപ്നം കാണുകയുണ്ടായി. അതായത് ബനു മുസ്ലിക്കിന്റെ ഭാഗത്ത് നിന്ന് അവർ അവിടെ എത്തിയ സമയത്ത് പറയുന്നു, ചന്ദ്രൻ യസ്രിബിൽ നിന്ന് പുറപ്പെട്ട് എൻ്റെ മടിയിൽ വന്ന് വീഴുന്നതായി ഞാൻ സ്വപ്നം കാണുകയുണ്ടായി. എൻ്റെ സ്വപ്നം ആരോടെങ്കിലും പറയാൻ ഞാൻ ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരികയുണ്ടായി. ഞാൻ ബന്ദിയാക്കപ്പെട്ടപ്പോൾ പ്രസ്തുത സ്വപ്നം പൂർത്തിയാകുമെന്ന് എനിക്ക് പ്രതീക്ഷയുണ്ടായി. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ സ്വതന്ത്രയാക്കുകയും എന്നെ വിവാഹം ചെയ്യുകയുമുണ്ടായി. ആ സമയത്ത് അള്ളാഹുവാണ്, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് എൻ്റെ ഗോത്രത്തിന് വേണ്ടി സംസാരിക്കുകയോ അവരുടെ മോചനത്തിന് വേണ്ടി ശുപാർശ ചെയ്യുകയോ ചെയ്തിരുന്നില്ല. മുസ്ലിങ്ങൾ സ്വയം തന്നെ അവരെ മോചിപ്പിക്കുകയാണുണ്ടായത്. എനിക്കതേപ്പറ്റി അറിയില്ലായിരുന്നു. എൻ്റെ പിതൃ സഹോദരിയുടെ മകളാണ് എന്നോട് അതിനെപ്പറ്റി പറഞ്ഞത്. ഞാൻ അള്ളാഹുവിനെ സ്തുതിച്ചു. അവർ എന്നോട് അതേപ്പറ്റി പറഞ്ഞപ്പോൾ ഞാൻ അള്ളാഹുവിനെ സ്തുതിക്കുകയുണ്ടായി. ഇബ്നു ഹിഷാം എഴുതുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജുബൈരിയുടെ മഹർ 4000 ദിർഹമാണ് നിശ്ചയിച്ചിരുന്നത്. ഏതായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ യുദ്ധത്തിൽ നിന്ന് വിജയ ശ്രീലാളിതനായി മദീനയിൽ തിരിച്ചെത്തി. മൊത്തം 28 ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയ്ക്ക് പുറത്തായിരുന്നു. ബനു മുസ്തലിഖ് ഗസ്വയിൽ നിന്ന് തിരിച്ചെത്തിയപ്പോൾ മുനാഫിക്കീങ്ങളുടെ നേതാവ് അബ്ദുല്ല ബിൻ ഉബൈ ബിൻ സുലൂൽ, അയാൾ പ്രത്യക്ഷത്തിൽ പ്രകടിപ്പിച്ച കാപട്യവും കലാപവും ചരിത്രത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. അതിന്റെ വിശദാംശങ്ങൾ ഇപ്രകാരമാകുന്നു. ബനു മുസ്തലിഖുമായുള്ള യുദ്ധം അവസാനിച്ചു. മുസ്ലിങ്ങൾ മരീസയിലുള്ള കിണറിനടുത്ത് തന്നെ ഉണ്ടായിരുന്നു. ആ കിണറിൽ വെള്ളം കുറവായിരുന്നു. ബക്കറ്റിട്ട് വെള്ളമെടുക്കുമ്പോൾ പകുതി മാത്രമേ നിറഞ്ഞിരുന്നുള്ളൂ. ബനു ഖസറജിന്റെ സുഹൃത്തായ സിനാൻ ബിൻ വബർ ജഹ്നി കിണറിനടുത്ത് വന്നു. ആ സമയത്ത് വെള്ളത്തിനടുത്ത് മുഹാജിരിങ്ങളുടെയും അൻസാരികളുടെയും ഒരു സംഘം ഉണ്ടായിരുന്നു. സിനാൻ ബിൻ വബർ ജഹ്നി തന്റെ ബക്കറ്റ് അഥവാ വെള്ളം എടുക്കുന്നതിന് വേണ്ടിയുള്ള പാത്രം കിണറിലേക്ക് ഇട്ടു. ഉമർ ബിൻ ഖത്താബിന്റെ ഭൃത്യൻ ജഹ്ജാഹ് ബിൻ മസൂദ് ഗഫാരിയും തന്റെ ബക്കറ്റ് ഇടുകയുണ്ടായി. സിനാന്റെയും ജഹ്ജാഹിന്റെയും ബക്കറ്റുകൾ കൂട്ടുമുട്ടിയപ്പോൾ അവർ രണ്ടുപേരും തമ്മിൽ വഴക്കായി. വെള്ളം കുറവായതുകൊണ്ട് ആർക്കും മുഴുവൻ വെള്ളവും കിട്ടിയില്ല. ജഹ്ജാഹ് സിനാനെ മർദ്ദിക്കുകയുണ്ടായി. അയാളുടെ ചോര ഒലിക്കാൻ തുടങ്ങി. അയാൾ സഹായത്തിനു വേണ്ടി അൻസാറുകളെ വിളിച്ചു. ജഹ്ജാഹ് മുഹാജിരീങ്ങളെയും വിളിക്കുകയുണ്ടായി. ഒരു നിവേദനത്തിൽ ഖുറൈശികളെ എന്ന് വിളിച്ചുവെന്നും പറയുന്നുണ്ട്. തുടർന്ന് 2 വിഭാഗത്തിലെയും ഒരു സംഘം അവിടെ എത്തി ആയുധമെടുത്തു ഒരു വലിയ കലാപത്തിലേക്ക് നീങ്ങുകയായിരുന്നു. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് അറിയിപ്പ് കിട്ടിയതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പ്രശ്നം അവസാനിപ്പിക്കുകയുണ്ടായി. ഇതിന്റെ വിശദീകരണത്തിൽ ചില നിവേദനങ്ങൾ ഉണ്ട്. സഹീഹ് ബുഖാരിയുടെ നിവേദനത്തിൽ വഴക്കിനുള്ള കാരണമായി പറയുന്നു, മുഹാജിരീങ്ങളിൽപ്പെട്ട ഒരാൾ അൻസാറിലെ ഒരു വ്യക്തിയുടെ പുറത്ത് കാലുകൊണ്ട് തൊഴിക്കുകയുണ്ടായി. അപ്പോൾ ആ അൻസാരികളെ സഹായത്തിന് വരുവിൻ എന്ന് വിളിച്ചു പറഞ്ഞു. ആ മുഹാജിറാകട്ടെ മുഹാജിരിങ്ങളെ സഹായിക്കാൻ വരുവിനെന്നും വിളിച്ചു പറയുകയുണ്ടായി. 2 കൂട്ടരുടെയും ഇടയിൽ തർക്കത്തിന് കാരണം ഒരു വെള്ളമെടുക്കുന്ന പാത്രമായിരുന്നു. അതിൽ അൻസാറിലെ ഒട്ടകത്തിന് വെള്ളം കുടിപ്പിച്ചിരുന്നു.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നു. എന്നിട്ട് ചോദിച്ചു, നിങ്ങൾ എന്ത് വിവരക്കേടാണ് ഈ പറയുന്നതൊക്കെ? ഇതൊക്കെ ജാഹിലിങ്ങളുടെ വർത്തമാനമാകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നിൽ കാര്യങ്ങളെല്ലാം വിശദീകരിക്കപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സാഹോദര്യത്തിന് ഭംഗമുണ്ടാക്കുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ ഉപേക്ഷിക്കുവിൻ. ഓരോരുത്തരും തന്റെ സഹോദരനെ സഹായിക്കേണ്ടതാണ്. അയാൾ മർദ്ദിതനാണെങ്കിലും മർദ്ദകനായാലും ശരി. അയാൾ മർദ്ദകനാണെങ്കിൽ അയാളെ തടയുക, മർദ്ദിതനാണെങ്കിൽ അയാളെ സഹായിക്കുക. മുഹാജിരിങ്ങളുടെ ഒരു സംഘം ഹദ്റത്ത് ഉബാദ ബിൻ സാമിത്തുമായി സംസാരിച്ചു. അൻസാരിങ്ങളുടെ ഒരു സംഘം സിനാനോടും സംസാരിച്ചു. സിനാൻ തന്റെ അവകാശം വിട്ടുകൊടുക്കാൻ തയ്യാറായി. എല്ലാ കാര്യങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് സംസാരിക്കുകയും മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്തപ്പോൾ സിനാൻ തന്റെ അവകാശം വിട്ടുകൊടുക്കുകയുണ്ടായി. അബ്ദുല്ലാ ബിൻ ഉബൈ തന്റെ 10 കപടവിശ്വാസികളായ സുഹൃത്തുക്കളോടൊപ്പം ഇരിക്കുകയായിരുന്നു. അവിടെ സെയ്ദ് ബിൻ അർക്കമും ഉണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹം ചെറുപ്രായമായിരുന്നു. ചില നിവേദനങ്ങൾ പ്രകാരം അദ്ദേഹം പക്വമതി ആയിട്ടുണ്ടായിരുന്നില്ല. ചില നിവേദനങ്ങളിൽ പക്വമതിയാണെന്നും കാണുന്നുണ്ട്. അബ്ദുല്ലാ ബിൻ ഉബയ്യന് ജഹജയുടെ ഖുറൈശികളെ എന്ന വിളി കേട്ടപ്പോൾ ദേഷ്യം വന്നു. അയാൾ പറഞ്ഞു, ഞാൻ ഇന്നത്തെ പോലത്തെ ദിവസം ഒരിക്കലും കണ്ടിട്ടില്ല. അയാൾ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ എത്തിയ സമയം മുതൽ തന്നെ എനിക്ക് ഈ മതത്തോട് വെറുപ്പായിരുന്നു. പക്ഷെ എൻ്റെ ജനത എന്നെ അതിജയിച്ചു. വളരെ മോശമായ ഒരു ഉപമ പറഞ്ഞുകൊണ്ട് അയാൾ പറഞ്ഞു, ഈ ഖുറൈശികൾ നായയെ നല്ലവണ്ണം തീറ്റിപ്പോറ്റിയാൽ അത് ഒരു നാൾ നിങ്ങളെയും തിന്നും എന്ന് പറഞ്ഞതുപോലെയാണ്. ഇന്ന് ജഹജഹ ഉയർത്തിയതുപോലുള്ള വിളി അഥവാ ആഹ്വാനം ഉയരുന്നതിനു മുമ്പേ താൻ മരിച്ചിരുന്നെങ്കിൽ എന്ന് ആശിച്ചിരുന്നു. ഞാൻ ഇവിടെയുണ്ട്, എനിക്ക് ഇതൊന്നും സഹിക്കാൻ കഴിയില്ല. ദൈവത്താണ്, ഞാൻ മദീനയിൽ എത്തിയാൽ ഏറ്റവും അന്തസ്സുള്ള ആൾ ഏറ്റവും നീചനായ വ്യക്തിയെ അവിടെ നിന്ന് പുറത്താക്കുന്നതാണ്. തുടർന്ന് അയാൾ തന്റെ ഗോത്രത്തിലെ ആളുകളിലേക്ക് തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ ആത്മാക്കൾക്ക് മേൽ അക്രമം ചെയ്തിരിക്കുകയാണ്. നിങ്ങൾ അവരെ നിങ്ങളുടെ നാട്ടിൽ താമസിപ്പിച്ചു. അവർ അവിടെ തന്നെ തങ്ങി. നിങ്ങളുടെ സ്വത്തിൽ അവർക്ക് ഭാഗം നൽകി. അങ്ങനെ അവർ പണക്കാരായി. ദൈവത്താണ്, ഇപ്പോഴും നിങ്ങൾ നിങ്ങളുടെ കൈകളെ നിയന്ത്രിച്ചാൽ അവർ നിങ്ങളുടെ നാട് ഉപേക്ഷിച്ച് മറ്റെവിടേക്കെങ്കിലും പോകുന്നതാണ്. നിങ്ങൾ അവർക്ക് വേണ്ടി ചെയ്തതിലൊന്നും തന്നെ അവർ തൃപ്തരായില്ല. അയാൾ അവരെ പരമാവധി ഇളക്കിവിടാൻ ശ്രമിക്കുകയായിരുന്നു. നിങ്ങൾ ചെയ്ത ഔദാര്യത്തിലൊന്നും മുഹാജിരികൾ തൃപ്തരായില്ല. എത്രത്തോളം എന്നാൽ നിങ്ങളുടെ ജീവനെ നിങ്ങൾ മരണത്തിന് കുറിമാനമാക്കി. നിങ്ങൾ അദ്ദേഹത്തിന്, അതായത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമിന് വേണ്ടി വധിക്കപ്പെട്ടു. നിങ്ങളുടെ മക്കളെ അനാഥരാക്കി. അങ്ങനെ നിങ്ങൾ ന്യൂനപക്ഷമായി, അവർ ഭൂരിപക്ഷവുമായി. ഹദ്റത്ത് സെയ്ദ് ബിൻ അർക്കം അബ്ദുല്ലാ ബിൻ ഉബയ്യ് മദീനയിൽ എത്തിയാൽ അവിടെ ഏറ്റവും ബഹുമാന്യായ വ്യക്തി ഏറ്റവും നിന്ദ്യനായ വ്യക്തിയെ മദീനയിൽ നിന്ന് പുറത്താക്കുന്നതാണെന്ന് പറഞ്ഞത് കേട്ടപ്പോൾ അവിടെ നിന്നുകൊണ്ട് അപ്പോൾ തന്നെ അയാളോട് പറഞ്ഞു, അള്ളാഹുവാണേ, നീ തന്നെയാണ് സമൂഹത്തിൽ ഏറ്റവും നിന്ദ്യൻ. നീ നിന്ദ്യനാകുന്നു. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം റഹ്മാനായ അള്ളാഹുവിൽ നിന്നുള്ള വിജയവും അന്തസ്സുമുള്ള ആളും മുസ്ലിങ്ങളുടെ ശക്തിയുള്ള ആളുമാകുന്നു. അദ്ദേഹം അങ്ങനെ തന്റെ ആത്മരോഷം പ്രകടിപ്പിച്ചു. അപ്പോൾ ഇബ്നു ഉബയ്യ് പറഞ്ഞു, നീ മിണ്ടാതിരിക്കൂ, ഞാൻ ഇതെല്ലാം തമാശയായി പറഞ്ഞതാണ്. അയാൾക്ക് ഭയം തോന്നി, പേടിച്ചുപോയി. സെയ്ദ് ബിൻ അർക്കം ഈ എല്ലാ കാര്യങ്ങളും കേട്ട ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സവിധത്തിലെത്തി. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് കൂടെ മുഹാജിരികളുടെയും അൻസാറുകളുടെയും ഒരു സംഘമുണ്ടായിരുന്നു. സെയ്ദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ഇബ്നു ഉബയ്യ് പറഞ്ഞ കാര്യങ്ങളെല്ലാം കേൾപ്പിച്ചു. ബുഖാരിയുടെ നിവേദനത്തിൽ പറയുന്നു, സെയ്ദ് ബിൻ അർക്കം എല്ലാ കാര്യങ്ങളും തന്റെ പിതൃവിനോടാണ് പറഞ്ഞത്. അദ്ദേഹമാണ് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് പറഞ്ഞത്. ഏതായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പോൾ തന്നെ സെയ്ദിനെ വിളിപ്പിച്ചു. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് സെയ്ദ് പറഞ്ഞത് ഇഷ്ടമായില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പരിശുദ്ധ മുഖം വിവരണമായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, മോനെ, നിനക്ക് ഇബ്നു ഉബയ്യിനോട് വല്ല വിരോധവുമുണ്ടോ? സെയ്ദ് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഇല്ല. അള്ളാഹുവാണേ, ഞാൻ ഈ കാര്യങ്ങളെല്ലാം അയാളിൽ നിന്ന് കേട്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ കേട്ടത് ഒരുപക്ഷെ തെറ്റായിരിക്കാം. സെയ്ദ് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അങ്ങനെയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ കാര്യങ്ങൾ തെറ്റിദ്ധരിച്ചതാണ്. സെയ്ദ് പറഞ്ഞു, യാ റസൂലല്ലാഹ്,
അള്ളാഹുവാണേ, അങ്ങനെയല്ല. സൈന്യത്തിൽ ഇബ്നു ഉബയ്യിന്റെ സംസാരം പരന്നു തുടങ്ങി. ഞങ്ങളുടെ സംസാര വിഷയം തന്നെ ഇതായി. അൻസാരികൾ സെയ്ദിനെ ഗുണദോഷിക്കാനും ഭീഷണിപ്പെടുത്താനും തുടങ്ങി. അവർ പറഞ്ഞു, നീ ഗോത്രമൂപ്പനെതിരിൽ തന്നെ ആരോപണം ഉന്നയിക്കുകയാണ്. അയാൾ പറഞ്ഞ കാര്യങ്ങൾ അയാളിൽ നീ ആരോപിക്കുകയാണ്. സെയ്ദിന്റെ പിതൃവ്യനും അദ്ദേഹത്തോട് നീരസം പ്രകടിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, നിനക്കിത് എന്തു പറ്റി? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിന്നെ വ്യാജനാണെന്ന് വിധിക്കുകയും നിന്നോട് അനിഷ്ടം പ്രകടിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. സെയ്ദ് പറഞ്ഞു, അള്ളാഹുവാണ്, അയാൾ പറഞ്ഞത് ഞാൻ കേട്ടതാണ്. അള്ളാഹുവാണ്, എനിക്ക് ഖദ്റജിൽ അബ്ദുല്ലാ ബിൻ ഉബയ്യിനേക്കാളും പ്രിയപ്പെട്ട മറ്റാരും ഇല്ലായിരുന്നു. അബ്ദുല്ലാ ബിൻ ഉബയ്യ് പറഞ്ഞതുപോലുള്ള ഈ കാര്യങ്ങൾ എൻ്റെ പിതാവ് തന്നെ പറഞ്ഞാലും ശരി, ഞാൻ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് പറയുന്നതാണ്. എനിക്ക് ഒരു പ്രശ്നവുമില്ല. അദ്ദേഹത്തിൻ്റെത് ഉറച്ച വിശ്വാസമായിരുന്നു. പറയുന്നു, എൻ്റെ പിതാവ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ അതും ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് തീർച്ചയായും പറയുന്നതാണ്. അള്ളാഹു തൻ്റെ നബിക്ക് വഹി നൽകുമെന്നും എന്നെ അത് സാക്ഷ്യപ്പെടുത്തുമെന്നും ഞാൻ കരുതുന്നു. ഏതായാലും ഈ സ്ഥിതിവിശേഷങ്ങളിൽ സെയ്ദ് വളരെ ഖിന്നനായി. പറയുന്നു, ഇതുപോലുള്ള സങ്കടം മറ്റൊരിക്കലും എനിക്കുണ്ടായിട്ടില്ല. ഞാൻ എൻ്റെ വീട്ടിൽ തന്നെ കഴിച്ചുകൂട്ടി. ഇവിടെ വീട് കൊണ്ട് പുറത്ത് താവളമടിച്ച സ്ഥലത്തുള്ള ടെൻ്റാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്, മദീനയിലുള്ള വീടല്ല. കാരണം ഈ സംഭവം മുഴുവനും മദീനയ്ക്ക് പുറത്താണ് നടക്കുന്നത്. സെയ്ദ് ജനങ്ങളിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി അവരുടെ മുന്നിൽ തന്നെ വരാതായി. അദ്ദേഹത്തെ കാണുമ്പോൾ ആളുകൾ നീ കളവ് പറയുന്നുവെന്ന് പറയുമല്ലോ എന്ന് ഭയപ്പെട്ടു. മറുഭാഗത്ത് അവിടെ സദസ്സിലുണ്ടായിരുന്ന ചില അൻസാറുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ നിർദ്ദേശവും സെയ്ദിന് കൊടുത്ത മറുപടിയും കേട്ടപ്പോൾ അവിടെ നിന്ന് എഴുന്നേറ്റ് അബ്ദുല്ലാ ബിൻ ഉബയ്യിന്റെ അടുക്കലെത്തി കാര്യങ്ങൾ പറഞ്ഞു. ഔസ് ബിൻ ഹൗലി പറയുന്നു, അല്ലയോ അബൂ ഹബ്ബാബ്, അതാണ് അയാളുടെ വിളിപ്പേര്. നീ ഇക്കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് പോയി പറയുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിനക്ക് വേണ്ടി പൊറുക്കലിന് തേടുന്നതാണ്. നീ അത് നിഷേധിക്കേണ്ടതില്ല. വല്ല വഹിയും ഇറങ്ങിയാൽ അത് നിന്നെ വ്യാജനാക്കുന്നതാണ്. ഇനി നീ ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടില്ലെങ്കിൽ നീ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സവിധത്തിലെത്തി നിന്റെ നിരപരാധിത്വം പറയുക. അങ്ങനെ പറഞ്ഞിട്ടില്ലെന്നത് ആണയിട്ട് പറയുക. തുടർന്ന് ഇബ്നു ഉബയ്യ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കലെത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളോട് പറഞ്ഞു, അല്ലയോ ഇബ്നു ഉബയ്യ്, നീ ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പശ്ചാത്തപിക്കുക. അപ്പോൾ അയാൾ സെയ്ദ് പറഞ്ഞതൊന്നും താൻ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് ആണയിടാൻ തുടങ്ങി. മറ്റൊരു നിവേദനത്തിൽ പറയുന്നു, അബ്ദുല്ലാ ബിൻ ഉബയ്യ് കാര്യങ്ങൾ അറിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സവിധത്തിലെത്തി. അള്ളാഹുവിനെ സത്യം ചെയ്തുകൊണ്ട് പറഞ്ഞു, സെയ്ദ് പറഞ്ഞതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. മൂന്നാമതൊരു നിവേദനത്തിൽ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുല്ലാ ബിൻ ഉബയ്യിനെയും കൂട്ടുകാരെയും വിളിച്ചു വരുത്തി. അയാൾ താൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ലെന്ന് സത്യം ചെയ്തു പറഞ്ഞു. അവിടെ സന്നിഹിതരായിരുന്ന അൻസാരികൾ പറഞ്ഞു, ഒരുപക്ഷെ ആ കുട്ടിക്ക് തോന്നിയതായിരിക്കും. ഇക്കാര്യം അവർ ഇബ്നു ഉബയ്യിനെ പ്രതിരോധിച്ചുകൊണ്ട് പറഞ്ഞതാണ്. കാരണം അയാൾ തന്റെ സമൂഹത്തിൽ അന്തസ്സും പദവിയും ഉള്ള ആളായിരുന്നു. പക്ഷേ ചില ആളുകൾ സെയ്ദ് സത്യമാണ് പറയുന്നതെന്ന് കരുതിയിരുന്നു. ചിലർ അദ്ദേഹത്തെ തെറ്റിദ്ധരിക്കുകയും ചെയ്തിരുന്നു. സെയ്ദ് കുട്ടിയാണെങ്കിലും സത്യമാണ് പറയുന്നതെന്ന് ചിലർക്ക് ഉറപ്പുണ്ടായിരുന്നു. ഏതായാലും അധികം ആളുകളും അദ്ദേഹം തെറ്റാണ് പറയുന്നതെന്ന് തന്നെയാണ് കരുതിയത്. ഹദ്റത്ത് ഉമർ ബിൻ ഖത്താബ് പറയുന്നു, ഇബ്നു ഉബയ്യിന്റെ സംഭവം നടന്ന സമയത്ത് ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സവിധത്തിൽ ഹാജരായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മരത്തണലിൽ ഇരിക്കുകയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അരികിൽ ഒരു നീഗ്രോ അടിമയിരുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുതുകിൽ അമർത്തുന്നുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, യാ റസൂലല്ലാഹ്, അങ്ങേക്ക് ഇടുപ്പ് വേദന ഉണ്ടെന്ന് തോന്നുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കഴിഞ്ഞ ദിവസം രാത്രി ഞാൻ ഒട്ടപ്പുറത്ത് നിന്ന് വീണിരുന്നു. ഞാൻ ഈ കാര്യങ്ങൾക്ക് ശേഷം യഥാർത്ഥ വിഷയത്തിലേക്ക് വന്നു. ഞാൻ പറഞ്ഞു, യാ റസൂലല്ലാഹ്, അങ്ങ് എനിക്ക് ഇബ്നു ഉബയ്യിന്റെ തല ഉയ്യാൻ, അയാളെ വധിക്കാൻ അനുമതി തന്നാലും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ സഹാബാക്കൾക്ക് അയാളെ വധിക്കാൻ അനുമതി നൽകിയാൽ മദീനയിൽ പലർക്കും അത് ഇഷ്ടമാകില്ല. ഞാൻ പറഞ്ഞു, അങ്ങ് ഇയാളെ വധിക്കാൻ മുഹമ്മദ് ബിൻ
മസ്ലമയ്ക്ക് അനുമതി നൽകിയാലും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ എൻ്റെ കൂട്ടുകാരെ കൊല്ലുന്നുവെന്ന് ആളുകൾ പറയാൻ ഇടവരാതിരിക്കട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞു, എങ്കിൽ പിന്നെ അങ്ങ് ആളുകൾക്ക് തിരിച്ചു പോകാൻ അനുമതി നൽകിയാലും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ശരി. മറ്റൊരു നിവേദനത്തിൽ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താൻ തന്നെ ജനങ്ങളോട് തിരിച്ചു പോകാൻ വിളംബരപ്പെടുത്തുന്നതിന് വേണ്ടി ഹസ്രത്ത് ഉമറിനോട് കൽപ്പിക്കുകയുണ്ടായി. ഇത് പകൽ സമയമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സമയത്ത് പൊതുവിൽ യാത്ര ചെയ്തിരുന്നില്ല. അയാൾ അത്തരം വർത്തമാനം പറഞ്ഞിരിക്കാമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് തോന്നിയിരുന്നു. അത് പൂർത്തിയാക്കാൻ പറഞ്ഞു. അതായത് അയാൾ നിന്ദനായ വ്യക്തിയെ പുറത്താക്കുമെന്ന് പറഞ്ഞത് യാത്ര ചെയ്ത് തിരികെ മദീനയിലെത്തുമ്പോൾ അയാൾ എന്ത് ചെയ്യാമെന്ന് കാണാമല്ലോ. ഏതായാലും ഹദ്റത്ത് ഉമർ ജനങ്ങളോട് തിരിച്ചു പോകാൻ വിളംബരപ്പെടുത്തി. ആ സമയത്ത് കടുത്ത വേനലായിരുന്നു. തണുപ്പുള്ള സമയത്ത് യാത്ര ചെയ്യുന്നതായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ശീലം. എന്നാൽ ഇബ്നു ഉബയ്യിന്റെ അറിയിപ്പ് കിട്ടിയതും പുറപ്പെട്ടു. ഏറ്റവും ആദ്യം സഅദ് ബിൻ ഉബാദയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കണ്ടത്. ചിലർ ഉസൈദ് ബിൻ ഹുദൈർ ആണെന്ന് പറയുന്നു. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് പറഞ്ഞു, അസ്സലാമു അലൈക അയ്യുഹൻ നബിയു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഅലൈക്കുമുസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അദ്ദേഹം പറഞ്ഞു, യാ റസൂലല്ലാഹ്, അങ്ങ് ചൂടുകാലത്ത് പതിവിന് വിപരീതമായി ഈ സമയത്ത് പുറപ്പെട്ടിരിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, നിന്റെ കൂട്ടുകാരൻ പറഞ്ഞതൊന്നും നീ അറിഞ്ഞില്ലേ? അദ്ദേഹം ചോദിച്ചു, യാ റസൂലല്ലാഹ്, ഏത് കൂട്ടുകാരൻ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബ്ദുല്ലാഹ് ബിൻ ഉബയ്യ് പറയുന്നു, അയാൾ മദീനയിൽ തിരിച്ചെത്തിയാൽ ഏറ്റവും അന്തസ്സുള്ള വ്യക്തി മദീനയിൽ നിന്ന് ഏറ്റവും നിന്ദനായ വ്യക്തിയെ പുറത്താക്കുന്നതാണ്. അദ്ദേഹം പറഞ്ഞു, യാ റസൂലല്ലാഹ്, അങ്ങ് താല്പര്യപ്പെടുകയാണെങ്കിൽ അയാളെ മദീനയിൽ നിന്ന് പുറത്തേക്കിയാലും. കാരണം അയാൾ നിന്ദനും അങ്ങ് ബഹുമാന്യനുമാകുന്നു. എല്ലാ അന്തസ്സും അള്ളാഹുവിനും അങ്ങേക്കും വിശ്വാസികൾക്കുമാണുള്ളത്. തുടർന്ന് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അയാളോട് സൗമ്യമായി പെരുമാറിയാലും. അള്ളാഹുവാണേ, അള്ളാഹു അങ്ങയെ മദീനയിലെത്തിച്ചു. അയാളുടെ ജനത അയാൾക്ക് കിരീടാധരണം നടത്താനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. അള്ളാഹു അങ്ങയെ മദീനയിലെത്തിച്ചപ്പോൾ അങ്ങ് അയാളുടെ കിരീടം തട്ടിയെടുത്തു എന്നാണ് അയാൾ കരുതുന്നത്. ഏതായാലും സെയ്ദ് പറഞ്ഞത് സത്യമാണെന്നും അബ്ദുല്ല പറഞ്ഞത് കളവാണെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ബോധ്യമായി. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമയത്ത് യുക്തിപൂർവ്വം നിശബ്ദത പാലിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മദീനയിൽ പോയി ആരാണ് നിന്യൻ ആരാണ് ബഹുമാന്യൻ എന്ന് നോക്കാം. ഏതായാലും അവസാനം അയാൾ കുറ്റക്കാരനാണെന്നും അയാൾ അക്കാര്യങ്ങളെല്ലാം പറഞ്ഞിരുന്നുവെന്നും തെളിയുകയുണ്ടായി. ഇതിന്റെ വിശദീകരണത്തിൽ ഹദരത്ത് മിർസ ബഷീർ അഹമ്മദ് സാഹിബ് എഴുതിയ കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് പിന്നീട് വിവരിക്കുന്നതാണ്. അടുത്ത വെള്ളിയാഴ്ച മുതൽ UK ജൽസസാലാന ആരംഭിക്കുന്നതാണ്. അതിനുവേണ്ടിയും ദുആ ചെയ്യുക. അള്ളാഹു എല്ലാ നിലയ്ക്കും അനുഗ്രഹീതമാക്കുമാറാകട്ടെ. എല്ലാ പ്രവർത്തകർക്കും ഉന്നത സ്വഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് ത്യാഗ സന്നദ്ധതയോടും തങ്ങളുടെ കടമകൾ നിറവേറ്റാൻ തൗഫീക്ക് ലഭിക്കുമാറാകട്ടെ. ഇവിടെ എത്തിയിട്ടുള്ള അതിഥികൾക്കും സംരക്ഷണം നൽകുമാറാകട്ടെ. വരാനുള്ള തയ്യാറെടുപ്പിൽ യാത്രയായവരെയും യാത്ര പുറപ്പെടുന്നവരെയും വരാനുള്ളവരെയും എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവരെയും സുരക്ഷിതമായി എത്തിക്കുമാറാകട്ടെ. ചില മർഹൂമിങ്ങളെ അനുസ്മരിക്കുന്നതും അവരുടെ ജനാസ നമസ്കരിക്കുന്നതുമാണ്. ഇതിലാദ്യത്തേത് സലീമ ബാനു സാഹിബയുടേതാണ്. ഇവർ നാസർ ദഅവത്തയിലല്ല ഷിമാലി ഹിന്ദ് ഹമീദ് കൗസർ സാഹിബിന്റെ ഭാര്യയാണ്. കഴിഞ്ഞ ദിവസം വഫാത്തായി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. മർഹൂമ മൂസിയായിരുന്നു. മുഹമ്മദ് ഹമീദ് കൗസർ സാഹിബ് എഴുതുന്നു, ഇവർ ജമ്മു കാശ്മീർ ബദർബിയിലുള്ള മർഹൂം അബ്ദുൽ ഖനി സാഹിബിന്റെ മകളായിരുന്നു. ഇദ്ദേഹം 1935 മൗലവി മുഹമ്മദ് ഹുസൈൻ സാഹിബ് മുഖേനയാണ് ബൈഅത്ത് ചെയ്തത്. വിഭജനകാലം വരെയും കാദിയാൻ ജൽസസാലാനിയിൽ പർവ്വതത്തിലെ മഞ്ഞു വഴികളിലൂടെയും കുറച്ച് കാൽനടയായും കുറച്ച് കുതിരവണ്ടിയിലുമെല്ലാം എത്തിയിരുന്നു. വളരെ താല്പര്യത്തോടെ ഹദ്രത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രഭാഷണം കേൾക്കുമായിരുന്നു. തൻ്റെ ഭാര്യയെ പറ്റി പറയുന്നു,
ഞങ്ങൾ വാഖഫിനെ ജിന്ദഗിക്ക് വളരെ തുച്ഛമായ അലവൻസാണ് കിട്ടിയിരുന്നത്. പക്ഷേ വളരെ മിതവ്യയം ചെയ്തുകൊണ്ടാണ് കഴിച്ചുകൂട്ടിയത്. അതിഥി സൽക്കാരവും ചെയ്തിരുന്നു. അള്ളാഹു ഈ അലവൻസിൽ അനിതര സാധാരണമായ അനുഗ്രഹം നൽകിയിട്ടുണ്ടെന്ന് പറയുമായിരുന്നു. മിതവ്യയ ശീലയായിരുന്നു. ഒരിക്കലും പരാതി പറഞ്ഞിരുന്നില്ല. ചില സമയത്ത് പരാതി പറയുന്നവർക്ക് ഇതൊരു മാതൃക കൂടിയാണ്. കൗസർ സാഹിബ് പറയുന്നു, എൻ്റെ ആദ്യ പോസ്റ്റിംഗ് ശ്രീനഗറിലായിരുന്നു. അവിടെ നിന്ന് ബോംബെയിലേക്ക് ട്രാൻസ്ഫർ ആയി. അവിടെ സദർ ലജ്നിയായി സേവനം ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് കബാവീറിലേക്കാണ് മാറ്റം കിട്ടിയത്. അവർ പറയുന്നു, അറബി പഠിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടാണ്. ഞാൻ സ്ത്രീകളിൽ നിന്ന് സംസാര ഭാഷ പഠിക്കുന്നതാണ്. പിന്നെ അവർ വളരെ വേഗം അത് പഠിക്കുകയും അവരുടെ താലീം തർബിയത്തിൽ വളരെ നല്ല നിലയിൽ ബാക്കവാക്കാകുകയും ചെയ്തു. 86 മുതൽ 97 വരെ 11 വർഷം കബാബീർ ലജ്ന ഇമായില്ല സദറായി സേവനമനുഷ്ഠിച്ചു. ലജ്ന ഇമാലയെ പുനഃസംഘടിപ്പിച്ചു. ഇജ്തിമാകൾ ആരംഭിച്ചു. അത് ഖലീഫത്തുൽ മസീർ ആബിയും അവരെ ശ്ലാഘിച്ചിട്ടുണ്ട്. കബാബീർ ലജ്ന ഇമായില്ല ഇജ്തിമ നടക്കുകയായിരുന്നു. അപ്പോൾ പറഞ്ഞു, അവിടെ 5ാമത് ഇജ്തിമയാണ്. കബാബീർ ലജ്ന ഇമായില്ല മുഴുവനും അറബി സ്ത്രീകൾ അടങ്ങിയതാണ്. അവരിൽ ഒരാൾ മാത്രം ഇന്ത്യയിലെ കശ്മീരിൽ നിന്നുള്ള വനിതയാണ്. പക്ഷെ അവരും ഇപ്പോൾ അറബികളെ പോലെ ആയിരിക്കുന്നു. അവരോട് ഇഴുകിച്ചേർന്ന് അവർക്ക് തർബീത്ത് ചെയ്യുന്നു. പറയുന്നു, 1998 ഞാൻ തിരിച്ചു വന്നു. പാകിസ്ഥാനിൽ എന്നോടൊപ്പം വന്നിട്ടുമുണ്ട്. ആരോഗ്യവും അനുവദിച്ച കാലമത്രയും മർഹൂം ഏറെക്കുറെ എല്ലാ ദിവസവും ബൈത്തുദ്വ, മസ്ജിദ് മുബാറക്ക്, ബൈത്തു സിക്കർ, ബൈഷ്ണി മക്ബറ എന്നിവിടങ്ങളിൽ നഫലുകൾക്കും ദുആക്കും വേണ്ടി പോയിരുന്നു. അമീർ കബാബീർ ഷെരീഫ് ഔദി സാഹിബ് എഴുതുന്നു, മർഹൂമ ആദ്യത്തെ സദർ ലജ്നയായി നിയമിക്കപ്പെട്ടു. അവർ തുടർച്ചയായി 6 വർഷം ഈ ഉത്തരവാദിത്വം നിറവേറ്റി. അദ്ദേഹം കൂടുതൽ കാലം എഴുതിയിട്ടുണ്ട്. ഇദ്ദേഹം 6 വർഷം എന്നാണ് എഴുതിയിരിക്കുന്നത്. ഏതായാലും അവിടെ ഉണ്ടായിരുന്ന സമയമത്രയും അവർ തുടരുകയുണ്ടായി. മർഹൂമ വിവിധ ദീനി ദർസുകളും ദീനി പരിപാടികളും മുഖേന ലജ്നയുടെ താലീം തർബിയത്തിൽ നിർണായകമായ പങ്ക് വഹിച്ചിട്ടുണ്ട്. മർഹൂമ തന്റെ സൽസ്വഭാവം, തൽപെരുമാറ്റം എന്നിവ മുഖേന കബാബീറിൽ ജനങ്ങളുമായി നല്ല ബന്ധം സ്ഥാപിക്കുന്നതിൽ വിജയിക്കുകയുണ്ടായി. വളരെ വേഗം അറബി സംസാരിക്കാൻ പഠിച്ചു. ജമാഅത്തിലെ എല്ലാ കുട്ടികളുമായും അവർ വളരെ വേഗം എഴുകിച്ചേരുകയും അവരുടെ ഒരാളായി തീരുകയും ചെയ്തു. പറയുന്നു, ഖാദിയാനിൽ പോയി കഴിഞ്ഞ 20 വർഷമായി മരണം വരെയും കബാബീറിലെ സ്ത്രീകളുമായി ബന്ധം തുടർന്നു പോന്നു. അവിടെ ഉണ്ടായിരുന്നപ്പോൾ ഹദ്റത്ത് മസീമോദ് അലി ഇസ്ലാമിന്റെ അതിഥികളെ സൽക്കരിക്കുമായിരുന്നു. അതിഥി സൽക്കാരത്തിൽ പ്രത്യേക താല്പര്യവുമായിരുന്നു. കൂടാതെ ജമാഅത്തി സെന്റർ വൃത്തിയായി സൂക്ഷിക്കുന്നതിലും പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. സന്തപ്ത കുടുംബത്തിൽ ഒരു മകളും 2 ആൺമക്കളുമാണുള്ളത്. ഒരു മകൻ മുറബിയാണ്. അത്താൽ മജീദ് മുബഷിർ MTA അൽ അറബിയ ഖാദിയാനിൽ സേവനം ചെയ്യുന്നു. മകൾ ബുഷറ കൗസർ സാഹിബ പോളണ്ടിൽ ഡോക്ടർ ഐമൻ ഓദി സാഹിബിന്റെ ഭാര്യയാണ്. പോളണ്ട് ലജ്ന ഇമായിലിൽ ഖിദ്മത്ത് ഹൽക്ക് നാഷണൽ സെക്രട്ടറിയായി സേവനം ചെയ്യുന്നു. ചെറിയ മകൻ ഷെരീഫ് കൗസർ മൂത്ത മകൻ മുബഷിർ കൗസർ MTA അൽ അറബിയിൽ ഇവിടെ UK സേവനം ചെയ്യുന്നത്. ഷെരീഫ് കൗസർ ഖാദിയാനിൽ നായിബ് സദർ ഖുദ്ദാമുൽ അഹമ്മദിയാകുന്നു. മുറബിയുമാണ്. കൂടാതെ ശോഭ സമി ബസരിയിൽ അഡീഷണൽ ഇൻചാർജുമാണ്. അള്ളാഹു അവരോട് കരുണയോടെയും പൊറുമയോടെയും വർത്തിക്കുമാറാകട്ടെ. മക്കൾക്കും അവരുടെ നന്മകൾ തുടരുവാൻ തൗഫീക്ക് നൽകുമാറാകട്ടെ. 2ാമത്തെ അനുസ്മരണം നൂറുൽ ഹക്ക് മസ്ഹർ സാഹിബിൻ്റെതാണ്. ലാഹോർകാരനായിരുന്നു. തൻസാനിയയിലെ മുറബി റാഗിബ് സിയാഉൽ ഹക്ക് സാഹിബിന്റെ പിതാവാണ്. കഴിഞ്ഞ ദിവസം വഫാത്തായി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ മൂസിയായിരുന്നു. റാഗിബ് സിയാഉൽ ഹക്ക് സാഹിബ് എഴുതുന്നു, അവരുടെ കുടുംബത്തിൽ പിതാമഹൻ മുൻഷി ദീൻ മുഹമ്മദ് സാഹിബ് മുഖേനയാണ് അഹമ്മദിയത്ത് എത്തിയത്. അദ്ദേഹം തന്റെ പിതൃവ്യനോടൊപ്പം 1905 വലിയ താല്പര്യത്തോടെ ഖാദിയാനിലെത്തി. ബയ്യത്ത് പിന്നീടാണ് ചെയ്തത്. ഹദ്റത്ത് മസീമദ് അലി ഇസ്ലാമിന്റെ പിന്നിൽ നമസ്കരിക്കാനും ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്.
ബയ്യത്തിന് വേണ്ടി അപേക്ഷിച്ചെങ്കിലും ഹദരത്ത് മസീമോദ് അലി സ്വലാത്തു വസ്സലാമിന് സുഖമില്ലെന്ന് വിളംബരമുണ്ടായി. അന്ന് ബയ്യത്തുണ്ടായില്ല. തിരിച്ചു വന്നു. പിന്നീട് ഹദരത്ത് ഖലീഫത്തുൽ മസീഹ് അവലിന്റെ കയ്യിലാണ് ബയ്യത്ത് ചെയ്തത്. 1974 വാടക വീട്ടിലാണ് താമസിച്ചിരുന്നത്. എതിരാളികൾ ഈ വീടിന് തീയിട്ടു. എല്ലാ സാധനങ്ങളും അഗ്നിക്കിരയാക്കി. ആരും അഭയം നൽകാൻ തയ്യാറായില്ല. പിന്നെ ഒരു അഹമ്മദി തന്റെ വീട്ടിലാണ് അഭയം നൽകിയത്. പറയുന്നു, എൻ്റെ പിതാവ് വളരെ ക്ഷമയും നന്ദിയും പ്രകടിപ്പിച്ചുകൊണ്ട് ഈ വീട്ടിൽ കഴിച്ചുകൂട്ടി. ഒരിക്കലും പരാതി പറഞ്ഞില്ല. എല്ലാം കത്തിപ്പോയല്ലോ എന്ന് ഒരിക്കലും പറഞ്ഞില്ല. അതിന് പകരമായി അള്ളാഹു കുറച്ചു കാലത്തിനകം തന്നെ പുതിയ വീടുണ്ടാക്കാൻ തൗഫീക്ക് നൽകി. ഇത് 1974 ത്യാഗത്തിന്റെ ഫലമാണ് അള്ളാഹു നൽകിയതെന്ന് പറയുമായിരുന്നു. 1974 മുഗൾപുര മസ്ജിദിൽ കാവൽ നിൽക്കുമ്പോൾ അനഹമ്മദികൾ മസ്ജിദിൽ ആക്രമണം നടത്തി. അവർ ഇരുമ്പ് ദണ്ടുകൊണ്ട് അദ്ദേഹത്തിന്റെ ശിരസിൽ അടിച്ചു. അങ്ങനെ പരിക്കേൽക്കുകയുണ്ടായി. ജീവിതം മുഴുവനും ശിരസിൽ അതിന്റെ അടയാളമുണ്ടായിരുന്നു. പറയുന്നു, എൻ്റെ പിതാവ് എപ്പോഴും തഹജ്ജുദിൽ കരയുന്നതായി ഞാൻ കണ്ടിട്ടുണ്ട്. നമസ്കാരത്തിൽ പ്രത്യേക ശുഷ്കാന്തി കാണിച്ചിരുന്നു. വീട് നമസ്കാര സെന്ററായിരുന്നു. 5 നേര നമസ്കാരത്തിന് ഇമാമത്ത് വഹിച്ചിരുന്നു. വിശുദ്ധ ഖുർആൻ പാരായണത്തിനും നമസ്കാരത്തിനും വീട്ടുകാരെയും ഉണർത്തിയിരുന്നു. പറയുന്നു, ഒരിക്കൽ മൊഹല്ലയിലുണ്ടായ ഒരു മസ്ജിദിലെ മൗലവി അഹമ്മദികളുടെ ഖുർആൻ വേറെയാണെന്നും മറ്റൊരു രീതിയിലാണ് നമസ്കരിക്കുന്നതെന്നും പറയുകയുണ്ടായി. ആ സമയത്ത് ആ മസ്ജിദിൽ ഞങ്ങളുടെ ഒരു അയൽക്കാരൻ അനഹമ്മദി ഇരിക്കുന്നുണ്ടായിരുന്നു. അയാൾ പറഞ്ഞു, മൗലവി സാബ്, നിങ്ങൾ പറയുന്നത് തെറ്റാണ്. ഈ തെരുവിൽ നൂറുൽ ഹഖ് സാഹിബിന്റെ വീട്ടിൽ നിന്ന് മാത്രമാണ് വിശുദ്ധ ഖുർആൻ ഓതുന്ന ശബ്ദം വരാറുള്ളത്. നമ്മൾ പാരായണം ചെയ്യുന്ന അതേ ഖുർആനാണ് അവരും ഓതുന്നത്. ഇന്ന് മൗലവിമാരെ എത്രമാത്രം ഭയപ്പെടുന്നുവെന്നാൽ ഇങ്ങനെ പറയാൻ ആർക്കും ധൈര്യം പോലുമില്ല. ഏതായാലും അദ്ദേഹം തന്റെ നാട്ടിലെ വളരെ ശുദ്ധ ഹൃദയനായ മനുഷ്യനായിരുന്നു. അവസാന രോഗാവസ്ഥയിൽ കഠിന വിരോധികളായ അനഹമ്മദികളും അദ്ദേഹത്തിന്റെ രോഗാവസ്ഥ തിരക്കി വന്നിരുന്നു. വളരെയേറെ കയ്യയച്ച് നൽകിയിരുന്നയാളും സാധു സംരക്ഷകനുമായിരുന്നു. ആരും അറിയാതെ ആവശ്യക്കാർക്ക് അവശ്യ സാധനങ്ങൾ എത്തിച്ചു കൊടുത്തിരുന്നു. സന്തപ്ത കുടുംബത്തിൽ ഒരു മകനും 3 പെൺമക്കളുമുണ്ട്. ഒരു മകൾ അമത്തുൽ മത്തീൻ മുറബി അലിയും മഹമ്മൂദ് സാഹിബിന്റെ ഭാര്യയാണ്. അവരും ഖാനിയിലായിരുന്നതിനാൽ ജനാസയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. വഫാത്ത് വേളയിൽ അവിടെ ഇല്ലായിരുന്നു. മകൻ റാഗിബ് സിയാഉൽ ഹക്ക് താൻസാനിയയിൽ മുറബിയായി സേവനം ചെയ്യുന്നു. അദ്ദേഹവും ഫീൽഡിലായതിനാൽ പിതാവിന്റെ ജനാസയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. അള്ളാഹു മർഹൂമിനോട് കരുണയോടെയും പൊറുമയോടെയും വർത്തിക്കുമാറാകട്ടെ. അവർക്കെല്ലാം സബറും സ്ഥൈര്യവും നൽകുമാറാകട്ടെ. അടുത്ത അനുസ്മരണം അമത്തുൽ ഷഫി നഗ്ഹത്ത് സാഹിബിയുടേതാണ്. ഇവർ റബുയിലെ മർഹൂം മുഹമ്മദ് ഷഫി സാഹിബിന്റെ ഭാര്യയാണ്. കഴിഞ്ഞ ദിവസം വഫാത്തായി. മർഹൂം മൂസിയ ആയിരുന്നു. ജർമ്മനിയിലെ മുറബി മുബാറക് തൻവീർ സാഹിബിന്റെ ഭാര്യ മാതാവാണ്. മകൾ അമത്തുൽ ജമീൽ ഗസാല ജർമ്മനി നായിബ് സദർ ലജ്നയാണ്. അമത്തുൽ ജമീൽ സാഹിബ എഴുതുന്നു, എൻ്റെ മാതാവ് നമസ്കാര നോമ്പ് കാര്യങ്ങളിൽ ശുഷ്കാന്തി പുലർത്തിയിരുന്നു. ഉന്നത സ്വഭാവങ്ങളുള്ള നല്ല വ്യക്തിത്വത്തിന് ഉടമയായിരുന്നു. ആരെങ്കിലും ദുആക്ക് പറഞ്ഞാൽ അത് തനിക്ക് നിർബന്ധമാണെന്ന് കരുതി പൂർണ്ണമായ ശ്രദ്ധയോടെ ഹൃദയപൂർവ്വം അക്കാര്യത്തിന് വേണ്ടി ദുആ ചെയ്തിരുന്നു. ഖിലാഫത്തിനോട് വളരെയേറെ കൂറുണ്ടായിരുന്നു. കുട്ടികൾക്കും പ്രസ്തുത ശിക്ഷണം നൽകിയിരുന്നു. ജമാഅത്തി ജോലികളിൽ താല്പര്യപൂർവ്വം പങ്കെടുത്തിരുന്നു. ദീനീ സേവനമാണ് യഥാർത്ഥ മൂലധനമെന്ന് പ്രവൃത്തിയിലൂടെ ഞങ്ങൾക്ക് കാണിച്ചു തരുമായിരുന്നു. ലജ്നയുടെ വിവിധ വകുപ്പുകളിൽ സേവനം ചെയ്തിട്ടുണ്ട്. തബ്ലീഗിൽ പ്രത്യേക ഉന്മാദം തന്നെയായിരുന്നു. എതിർപ്പ് ശക്തമല്ലാതിരുന്ന തബ്ലീഗ് ചെയ്യാൻ അനുമതിയുണ്ടായിരുന്ന കാലത്ത് ദൂര സ്ഥലങ്ങളിലേക്ക് തബ്ലീഗ് ചെയ്യാൻ കാൽനടയായി പോയിരുന്നു. മെഡിക്കൽ ക്യാമ്പ് നടത്തി ഹോമിയോപ്പതി മരുന്നുകൾ വിതരണം ചെയ്യുമായിരുന്നു. അവരുടെ പ്രവർത്തന ഫലമായി അള്ളാഹു 50-ലധികം ആളുകൾക്ക് ബയ്യത്ത് ചെയ്യാൻ സൗഭാഗ്യം നൽകിയിട്ടുണ്ട്. ഭൗതിക വിദ്യാഭ്യാസം കുറവായിരുന്നു, പക്ഷേ വിജ്ഞാനം ആർജിക്കാനുള്ള താല്പര്യമുണ്ടായിരുന്നു. ദീനീ ഗ്രന്ഥങ്ങൾ വായിച്ച് തെളിവ് സഹിതം സംസാരിക്കുമായിരുന്നു.
ആളുകളോട് അവരുടെ ബൗദ്ധിക നിലവാരമനുസരിച്ച് സംസാരിച്ചിരുന്നു. വീട്ടിൽ വരുന്ന ഒരു യാചകനെയും വെറുങ്കയോടെ വിടുമായിരുന്നില്ല. യാചിക്കുന്നതിന് പകരം ജോലികൾ ചെയ്യാൻ സ്ത്രീകളോട് പറഞ്ഞിരുന്നു. പല പാവപ്പെട്ട പെൺകുട്ടികളെയും വീട്ടിൽ വളർത്തുകയും അവരുടെ വിവാഹ ചെലവുകൾ സന്തോഷപൂർവ്വം വഹിക്കുകയും ചെയ്തിരുന്നു. അവരുമായി എപ്പോഴും നല്ല നിലയിൽ പെരുമാറിയിരുന്നു. ഗസാല സാഹിബ് പറയുന്നു, ഞാൻ കാണാൻ പോയപ്പോൾ പറഞ്ഞു, നീ വഖഫെ ജിന്ദഗിയാണ്, ഞാൻ നിന്നെ തടയുന്നില്ല, ലീവ് കഴിഞ്ഞാൽ നീ പോയിക്കൊള്ളുക. രോഗം മൂർച്ഛിച്ചപ്പോൾ എന്നെ വിളിക്കാമെന്ന് സഹോദരൻ പറഞ്ഞപ്പോൾ വേണ്ട, വഖഫെ ജിന്ദഗിയാണ് എന്ന് പറഞ്ഞു. സന്തപ്ത കുടുംബത്തിൽ 2 ആൺമക്കളും 2 പെൺമക്കളുമുണ്ട്. നിരവധി പേരമക്കളുമുണ്ട്. അവർക്ക് ഏതെങ്കിലും വിധത്തിൽ ജമാഅത്തി സേവനത്തിന് തൗഫീക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. വീട്ടിൽ നല്ല ദീനി അന്തരീക്ഷമാണ് ഉണ്ടാക്കിയിരുന്നത്. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ 2 ജാമാതാക്കൾക്ക് ജമാഅത്തി സേവനത്തിന് തൗഫീക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. അള്ളാഹു മർഹൂമയോട് കരുണയോടെയും പൊറുമയോടെയും വർത്തിക്കുമാറാകട്ടെ. മക്കൾക്കും അവരുടെ നന്മകൾ തുടരാൻ തൗഫീക്ക് നൽകുമാറാകട്ടെ. الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله. عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون. اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله